183 ആയത്ത് സത്യവിശ്വാസികളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിയമമാക്കപ്പെട്ടതുപോലെ, എഴുതപ്പെട്ടതുപോലെ, രേഖയാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്, രേഖയാണ്, എഴുതപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടി. ഇവിടെ അള്ളാഹു താല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് നോമ്പ് നിർബന്ധമാണ് എന്ന് ഉണർത്താൻ കുത്തിബ എന്ന് പറയുന്ന ആ ഒരു കെലിമത്താണ്, ഒരു പദമാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് എന്നതിനപ്പുറത്ത് രേഖയാക്കപ്പെട്ടിരിക്കുകയാണ്. വെറും വാമൊഴിയല്ല, വരമൊഴിയാണ്. അത് എഴുതപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, സത്യവിശ്വാസികൾക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത്. മറ്റാര് നോമ്പ് പിടിച്ചാലും ഭൗതികമായ നേട്ടങ്ങൾ അവർക്ക് ഉണ്ട് എന്നതിനപ്പുറത്ത് ആത്മീയമായി യാതൊരു നിലയിലുള്ള പ്രതിഫലവും അവർക്ക് കരസ്ഥമാക്കാൻ കഴിയില്ല. മറ്റൊരർത്ഥം, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നോമ്പിന്റെ കാര്യം പറയുന്നത്, ഈമാൻ ഉള്ള ഒരു മനുഷ്യന് നോമ്പ് പിടിക്കാതിരിക്കാൻ കഴിയില്ല എന്നർത്ഥം കൂടിയുണ്ട്. പിന്നീട് അല്ലാഹു തആല പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് വിജയിക്കാൻ കഴിയുക. ആ ഭക്തിക്ക് നിദാനമായി അള്ളാഹു വെച്ചത് വ്രതമാണ്. ഇവിടെ മറ്റ് ഇബാദത്തുകൾ, നമസ്കാരമായാലും സക്കാത്തായാലും ഹജ്ജായാലും ഉംറയായാലും അതൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യലാണ്. പക്ഷേ നോമ്പ് സംബന്ധിച്ചിടത്തോളം നോമ്പ് കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് നോമ്പ്. നേരെ നമസ്കാരം പോലത്തെയും സക്കാത്ത് പോലത്തെയും ഹജ്ജ് പോലെയുമുള്ള ഇബാദത്തുകൾക്കപ്പുറത്ത് നോമ്പിന്റെ പ്രത്യേകത കുറെ കാര്യങ്ങൾ ഒഴിവാക്കലാണ്. കഴിക്കുക, കുടിക്കുക, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കലാണ് നോമ്പിന്റെ അടയാളം, പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ അടുത്ത ആയത്താണ് 183 വ്രതാനുഷ്ഠാനത്തെ സംബന്ധിച്ചുള്ള ആ ആയത്ത്.